പ്രവീൺ ബ്രോ എന്താണ് പറയാനുള്ളത്? അടിപൊളിയായിട്ടുണ്ട് ബ്രോ, സൂപ്പർ ആയിട്ടിരിക്കുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട്. അനുമോൾ കപ്പടിച്ചതിനെ പറ്റി എന്താ പറയുക? ഭയങ്കര സന്തോഷമുണ്ട് ബ്രോ, കാരണം ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കപ്പല്ല. അതായത് കാരണം എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് എന്നെ കിട്ടിയപ്പോൾ നമുക്ക് കപ്പ് കിട്ടിയുള്ള സന്തോഷമുണ്ട്. അവസാനം ഒരു വലിയ ടൈറ്റ് മത്സരം പോലെ ഫീൽ ടൈറ്റ് മത്സരമായിരുന്നു. അനീഷും അനുമോളും എല്ലാവരും ഭയങ്കര ടൈറ്റ് മത്സരമായിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ളത്? ഉണ്ടായിരുന്നു, കാരണം ഞാൻ എൻട്രി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ആർക്ക് കപ്പ് കിട്ടും എന്നുള്ളത്. പക്ഷേ ഓവർ ദ പീരീഡ് ഓഫ് ടൈം അനു തന്നെ കപ്പ് എടുത്തു. ഇപ്രാവശ്യം പറയാം, ഞങ്ങൾക്ക് ഇതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കയറുന്നിടം വരെ ഒരു ഐഡിയ ഇല്ല ആർക്ക് കപ്പ് കിട്ടും എന്നുള്ളത്. നിങ്ങൾ ഫിനാലെ കണ്ടാലും അറിയാം, നമ്മൾ ഭയങ്കര ഇതായിരുന്നു, ആർക്ക് കിട്ടും എന്നുള്ള കാര്യം ആലോചിച്ചു പേര് ചേട്ടാ. നേരത്തെയൊക്കെ ഒരാളിലേക്ക് ഒതുങ്ങിയായിരുന്നു പൊക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മാറ്റം ഉണ്ടായത്. ആര് എന്നുള്ളൊരു കൺഫ്യൂഷൻ മൊത്തത്തിലുണ്ടായത്. അതെ, അങ്ങനെ തോന്നിയില്ലേ? അതെ, ഡെഫിനറ്റ്ലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. മാത്രമല്ല കിട്ടുന്ന നമ്മളൊട്ടും പ്രതീക്ഷയില്ല കിട്ടുന്നുള്ള കാര്യം. പക്ഷെ ആർക്ക് കിട്ടുന്നുള്ളത് സംസാരിച്ചെടുക്കുക, മനസ്സിലായി ആർക്ക് കിട്ടും എവിടെ കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 7 അടിച്ചു പോകുന്നത്. അപ്പോൾ ഇതുള്ള അടിപൊളി സീസൺ ഇനിയും വരും. സീസൺ 8 വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഹിഷേട്ടാ എന്താണ് പറയാനുള്ളത്? എന്താണ് പറയുന്നത്? സന്തോഷം എന്ന് വെച്ചാൽ പുറകിലൊന്നും ഞാൻ ബാഗ് അവിടെ വെച്ചു ഇവിടെ. പിന്നെ ഇഷ്ടപ്പെട്ട എനിക്ക് എൻ്റെ അനുമോക്ക് കിട്ടി സന്തോഷം. അത് ഓക്കെ, അനുമോക്ക് തന്നെ കിട്ടി സന്തോഷം. വേറൊന്നും പറയാനില്ല. പിന്നെ ഡിസർവിങ് ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെയാണ്. നിങ്ങളുടെ റീ എൻട്രിക്ക് ശേഷം ഭയങ്കര മാറ്റങ്ങൾ അവിടെ ഉണ്ടായി. ഒരു റീ എൻട്രി ഇതേപോലെ ഉണ്ടായിട്ടില്ലെന്നാ പറയുന്നത്. അതെ. എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു ഇൻപുട്സ് എന്തൊക്കെയായിരുന്നു? അല്ല, എനിക്ക് ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആർക്ക് ദേഷ്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ പോയിട്ട് എനിക്ക് ഇവരുടെ അടുത്ത് ഇന്നത് പറയണം, അവരുടെ ആ കാര്യം ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ അവിടെ പോയത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ടിനുള്ള ഫലം കണ്ടു. തീർച്ചയായും സന്തോഷമുള്ളൂ. അനുമോൾ ജയിച്ചതിനെ പറ്റി സന്തോഷം. പിന്നെ തീർച്ചയായും അനുമോള് നമ്മളെ ചങ്കല്ലേ, എങ്ങനെയായാലും അനുമോള് ജയിച്ചത് സന്തോഷം മാത്രം. ചേട്ടൻ വർഷമായിട്ട് അറിയാവുന്ന ആളല്ലേ? ഓക്കെ, ഇപ്പൊ ഈ കരച്ചിൽ ട്രാക്കൊക്കെ ഭയങ്കര വിവാദമായി നിൽക്കുന്ന സമയത്താണ്. എന്താണ് ചേട്ടൻ അതിനെ പറ്റിയൊക്കെ പറയാനുള്ളത്? കരച്ചിൽ ട്രാക്ക് എന്ന് പറയാൻ പറ്റില്ല. അവള് കരയത് നമ്മള് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് നമ്മള് അടിപൊളിയായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പ്രവീൺ ബ്രോ നമ്പർ പറ. BR0347. ഓക്കെ. പിന്നെ അപ്പാനി രണ്ടും ആടെ ഉരുണ്ട് കളിക്കുന്നു. മൈരങ്ങ് കാണിക്കും. ഇറങ്ങിയിട്ട് ഇവരോട് വർത്താനം പറഞ്ഞ് തീർച്ചയായും ഒരുപാട് താങ്ക്സ്. ലാലേട്ടൻ പറഞ്ഞു പാട്ട് നല്ലതാന്ന് പറഞ്ഞു. എനിക്ക് അതിൽ കൂടുതലൊന്നും ഞാൻ ഇല്ലായിരുന്നല്ലോ ഗെയിമിൽ. ഞാൻ ഫിറ്റായി പോയി. നമ്മൾ കപ്പ് ഒന്നും ആഗ്രഹിച്ചിട്ട് വന്നതല്ല. ഒരു ദിവസമെങ്കിലും ബിഗ് ബോസ് നിൽക്കണം. നെഗറ്റീവ് പറയുന്നതോടെ മുന്നേ പോസിറ്റീവ് ആകുന്ന സുധി കാണിക്കണമെന്നുള്ള ഒറ്റ ഇതിൽ വാശിയുടെ പുറത്ത് വന്നു. ലാലേട്ടൻ കൈപിടിച്ച് കയറ്റില്ല, കേട്ടോ, കൈപിടിച്ച് ഇറക്കി വിട്ടു. എല്ലാം സന്തോഷം. നമുക്ക് എന്താ പറയുക, ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ സമ്മാനം കിട്ടുന്ന നമുക്ക് സന്തോഷമാണ്. നമ്മുടെ കൂടെ കളിച്ചവരാണ്. ഒരു കപ്പ് എനിക്ക് കിട്ടിയതല്ല, ഇനി എങ്ങനെ കൊണ്ടുപോകുന്നു ഞാൻ ആലോചിക്കാം. ചിരിച്ചു, അത്രേ ഉള്ളൂ. അതാണ്. അതെ, സ്വന്തം അനിയത്തിയല്ല, സഹോദരി. ഈ മാസം പോണം, ചിലപ്പോൾ അടുത്ത മാസം. നീ അമേരിക്കയിലാണ് പോകുന്നത്. അമേരിക്ക എന്നാ പിടിക്കും, മൈക്ക് പിടിക്കാൻ പോട്ടെ. നീ എന്നെ കളിയാക്കുന്ന നേരെ എന്റെ തലേന്നൊരു പേര് അല്ലല്ലോ, അത് മനസ്സിലായി. പാൻവേർഡ് എന്റെ തലേന്നൊരു പേരെടുത്തെന്ന് ഞാൻ ഇപ്പൊ അതിന്റെ ഓക്കെ. അപ്പൊ എന്തായാലും എന്റെ പേരെന്ന് പറഞ്ഞൊരു വിഷയം, എന്റെ പേര് ഞാൻ ഫേമസ് ആയി ബിഗ് ബോസിൽ വന്നോണ്ട്. സോ ഞാൻ ഭയങ്കര ലേറ്റ് ആയി. അതെനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയൂല. ബിഗ് ബോസ് നമുക്ക് കാണാം. കാണാം. ബൈ.
ചേച്ചി